അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പച്ച പപ്പായ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പച്ച പപ്പയ്ക്കതായി എടുത്തിട്ടുണ്ട്. പപ്പക്കയുടെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട, കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പായ കഴുകി വൃത്തിയാക്കിയിട്ടാണ് തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുള്ളത്. തൊലി ചെത്തി മാറ്റിയോ അല്ലെങ്കിൽ പീലർ വെച്ചിട്ട് പീൽ ചെയ്തെടുക്കുകയോ ചെയ്യാം. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. എന്നിട്ട് 2-3 വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇപ്പം ഞാൻ എന്താ ഒരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പം നമ്മൾ പപ്പായ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റായി ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വയന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വെന്തിട്ടില്ല. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇനി പപ്പായ കഷ്ണങ്ങൾ കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന എണ്ണയാണ്, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അതുപോലെ തന്നെയുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ കൊത്തിട്ട് ഒന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. തേങ്ങ ചിരകി വേണമെന്നുണ്ടെങ്കിലും വറുത്തെടുക്കാം. അപ്പം നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങ എല്ലാം ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് സ്പ്ലിറ്റ് ചെയ്ത കശുവണ്ടി പരിപ്പാണ്. മുഴുവനായിട്ടുള്ള കശുവണ്ടി പരിപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഒക്കെ എടുത്താൽ മതിയാവും. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പരിപ്പ് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നെല്ലാം കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വയന്ന് വരണ്ട. ഇതുപോലെ ഒന്ന് വയന്ന് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന എണ്ണയിൽ വീണ്ടും നമുക്ക് ഒരു 12 വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. വഴറ്റിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ്. വെളുത്തുള്ളിയുടെ നിറം മാറി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. 2 ടീസ്പൂണാണ്. വലിയ ജീരകവും കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. വലിയ ജീരകമൊക്കെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള വഴറ്റിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയെല്ലാം ഒരു ഗോൾഡൻ നിറം ആവണം. സവാളയൊക്കെ വയന്ന് വരുന്ന സമയം കൊണ്ട് ഇതിന്റെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പൊ അത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തതെല്ലാം അരച്ചിട്ടുണ്ട്. അപ്പൊ സവാളയൊക്കെ വയന്ന് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി വേണ്ട, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. തക്കാളി എല്ലാം വെന്ത് ഉടഞ്ഞു വരണം. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വഴറ്റി വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങളാണ്. അത് ഇതിലേക്ക് മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക.
എന്നിട്ട് ഈ ജാറ് കഴുകി അതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ സവാള വഴറ്റി എടുത്തപ്പോൾ മാത്രമേ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇപ്പം നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളി മണവും ടേസ്റ്റുമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. ഇപ്പം കണ്ടിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം എല്ലാം വെന്ത് ഇതാ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ തോറ്റു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ലാസ്റ്റിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി ഇതിൻ്റെ കളറൊക്കെ മാറി വരും. ഉപ്പും എരിവൊക്കെ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ നല്ലോണം സെറ്റായി. ഇപ്പോൾ നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. പപ്പായ എപ്പോഴും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പപ്പായ വെച്ചിട്ട് ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കുക. ഇറച്ചിക്കറിയൊക്കെ മാറി നിൽക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെറുതെ കിട്ടുന്ന പപ്പായ വെച്ചിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ കറി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്